ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കീഴ്ത്തള്ളിക്ക് ഒരു ആരോഗ്യ കേന്ദ്രം, അതായത് ജീവിത രോഗങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതിനു വേണ്ടി കീഴ്ത്തള്ളിയിലെ നമ്മുടെ പ്രദേശവാസികൾക്ക് ഒരു ആരോഗ്യ കേന്ദ്രം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റാഫുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ടിട്ടാണ് ഇന്ന് ആണ് ഈ ഒരു ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അവന്റെ പേരെന്താ? അർപ്പണ. അപ്പോ വീട് എവിടെയാ? മുണ്ടേരിമുട്ട. അപ്പൊ നമ്മൾ അടുത്ത് തന്നെയാണ്, നമ്മൾ കീഴ്ത്തള്ളി മുണ്ടേരിമുട്ട. അപ്പൊ മാം, എങ്ങനെയാണ് ഇവിടുത്തെ ഇന്ന് ഇപ്പം ഒരു ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ്, എങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാം? ഇപ്പോ ഉദ്ഘാടനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് വേദിയില്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒന്നും അതിനെ കുറിച്ചൊന്നും ആയിട്ടില്ല. ആവണമെങ്കിൽ കുറച്ച് നാളെടുക്കും. കുറച്ച് നാളെടുക്കും ഇതൊന്ന് സെറ്റായി ഒന്ന് വരണമെങ്കിൽ. നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് ഇവിടെ ശുശ്രൂഷക്കായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? പേഷ്യന്റ് ഇന്ന് ആരുമില്ല. വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ പുതിയ ആരോഗ്യ കേന്ദ്രത്തിലെ 2 സ്റ്റാഫാണ്, അർപ്പണയും സ്മൃതിയും. അപ്പൊ രണ്ടുപേര് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നല്ലേ ഇവിടെ ട്രീറ്റ്മെന്റ്? അതായത് 2 മണിക്ക് ശേഷം. എത്ര മണി വരെ? 1 മണി തൊട്ടിട്ട് 6 മണി വരെയാണ് നമ്മുടെ കീഴ്ത്തള്ളിയിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ ടൈമിംഗ്. അപ്പോ പ്രദേശവാസികൾ ഇതിനു മുമ്പ് ആറ്റടപ്പ, അതുപോലെ തന്നെ മുണ്ടേരി, അങ്ങ് ഇളയാവൂരൊക്കെ ആയിരുന്നു ചികിത്സ തേടി പോയിട്ടുണ്ടായത്. അപ്പോൾ കീഴ്ത്തള്ളിയിലെ ആളുകൾക്ക് ഇപ്പോൾ ഒരു ആരോഗ്യ കേന്ദ്രം ലഭിച്ചിട്ടുണ്ട്. കീഴ്ത്തള്ളിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിമിടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ശ്രീ PK സജീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ശ്രീമതി അഡ്വക്കേറ്റ് P ഇന്ദ്ര അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ആരോഗ്യവകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MP രാജേഷ്, കൗൺസിലർ ധനേഷ് മോഹൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആറ്റടപ്പ് PHCO, ഇളയാവൂർ PHCO ആശ്രയിച്ചിരുന്ന ജനങ്ങൾക്ക് കീഴ്ത്തള്ളി ആരോഗ്യ കേന്ദ്രം ലഭിച്ചത് ഏറെ ആശ്വാസകരമായി മാറും. അസുഖം വന്നാൽ ഇവിടത്തേക്ക് വന്ന ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി പോകുന്നതിനപ്പുറം രോഗം വരാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. യോഗ, നമുക്കൊക്കെ അറിയാം, യോഗ അതുമായി നടത്തിക്കൊണ്ട് വലിയ സൗകര്യങ്ങളുള്ള കോർപ്പറേഷന്റെ 3 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏറ്റവും സൗകര്യമുള്ള ഒരു ആരോഗ്യ കേന്ദ്രമാണ് ഇവിടെ കീഴ്ത്തള്ളിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അസ്വാരസ്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ പ്രദേശത്ത് ഒരു സൗകര്യം ഉണ്ടാകുക, മെച്ചപ്പെടുക എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗകര്യം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇവിടെ നല്ല ഡോക്ടർ ആളുകളൊക്കെ ഇവിടെ അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനിലെ 29ാമത്തെ വാർഡ് കൗൺസിലറായ സജേഷ് കുമാർ PK ഇവിടെ നമ്മുടെ കീഴ്ത്തള്ളിയിൽ ഇന്ന് ഒരു ആരോഗ്യ കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ് നമ്മുടെ സജേഷ് കുമാർ PK. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, അതായത് കീഴ്ത്തള്ളിക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ കേന്ദ്രം എങ്ങനെ ഒരുക്കി കൊടുത്തത്. അതായത് കീഴ്ത്തള്ളി പ്രദേശവാസികൾക്ക് നമ്മൾ ഒന്നുകിൽ ആറ്റടപ്പേനെ ആശ്രയിക്കണമെന്ന്, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയായതുമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രാഥമിക അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രം, നമുക്കൊരു ആരോഗ്യ കേന്ദ്രം കിട്ടിയാൽ പ്രദേശവാസിയെ എനിക്കടക്കം വളരെ സന്തോഷമുണ്ട്. സജേഷ് ചേട്ടൻ ഈ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചെന്നറിയാം, കാണുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? 2010-15 കാലഘട്ടത്തിൽ ഞാൻ ഇളയാവൂർ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അന്ന് മുതലേ ഒരു PHCയുടെ സബ് സെൻറ്റർ കീഴ്ത്തള്ളിയിൽ വേണമെന്ന് നിരന്തരമായി ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെടുത്ത ഒരാളാണ് ഞാൻ. കാരണം കീഴ്ത്തള്ളിയുള്ള ഒരാൾക്ക് ഇളയാവൂരിലെ PHC എത്തിപ്പെടുമെന്ന് പറഞ്ഞത് പള്ളിപ്പുറത്താണ് PHC ഉള്ളത്. 2 ബസ്സിന് പോയി അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം പള്ളിപ്പുറത്ത് എത്താൻ. അപ്പോൾ ആ ബുദ്ധിമുട്ട് കണക്കാക്കൊണ്ടാണ് ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് പോകാൻ ഈ ഏരിയയിൽ ഒരു PHCയുടെ സബ് സെൻറ്റർ ആണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് ഈ 5 കൊല്ലമായിട്ടും എനിക്ക് നടത്താൻ പറ്റിയില്ല. ഞാൻ 5 കൊല്ലം മെമ്പറായ സമയത്ത് നടത്താൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം കഴിഞ്ഞ ഇതിൽ നമ്മളെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ ആക്കിയ സമയത്ത് സീന KP ആയിരുന്നു ഇവിടുത്തെ കൗൺസിലർ. അദ്ദേഹം ഇതിനു വേണ്ടി കുറേയധികം പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യം ഞാൻ കൗൺസിലറായ 2ാമത്തെ വർഷം തന്നെ ഇങ്ങനെ ഒരു കണ്ണൂർ കോർപ്പറേഷനിലേക്ക് 3 വെൽനസ് സെൻറ്റർ, പിന്നെ ഗ്രാമ ആരോഗ്യ കേന്ദ്രം, പിന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ 3 അനുവദിച്ചതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പം 55 ഡിവിഷനും 3 ആരോഗ്യ കേന്ദ്രം. അപ്പം നിരന്തരമായി അന്ന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് അന്നത്തെ മേയർ ശ്രീ TO മോഹൻ അവർകളാണ്. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടുകയും നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ആരോഗ്യ കേന്ദ്രം എനിക്ക് അനുവദിച്ച് കിട്ടിയത് ഈ കീഴ്ത്തള്ളി ഡിവിഷനിലേക്ക്. അതിന് പുറമെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മേയർ മാറി, ഇപ്പോഴത്തെ മേയർ മുസ്ലിം മഠത്തിലായിക്കോട്ടെ വളരെയധികം സഹകരണം ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെയധികം സഹകരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക്
ഇപ്പോൾ ഉള്ള പിന്നെ മരുന്ന് വാങ്ങാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഫീസായിക്കോട്ടെ, അത് താങ്ങാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊരു ചികിത്സ, ഒരു സൗജന്യമായി മരുന്നടക്കം കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ലക്ഷ്യം. അത് ഞാൻ ഇന്ന് ഇവിടെ പ്രാവർത്തികമാവുകയാണ്. അതിന് ഈ അനുഭവിച്ച അന്നത്തെ മേയർ ശ്രീ ടി.ഒ. മോഹനും അതിന് പുറമെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മേയർ ശ്രീ മുസ്ലിം മഠത്തിലും വളരെയധികം നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മുടെ കീഴ്ത്തള്ളിയിലെ പ്രദേശവാസികളോട് എന്താണ് പറയാനുള്ളത്? പ്രദേശവാസികളോട് പരമാവധി ഇവിടെ കിട്ടുന്ന സൗജന്യ ചികിത്സ പിന്നെ പ്രയോജനപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം നമുക്ക് ഇനിയും സർക്കാരിൻ്റെതായ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെതായ പദ്ധതികൾ എൻ്റെ ഡിവിഷനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പിന്നെ ജനങ്ങൾ തരുന്ന ഒരു പിന്തുണയും ജനങ്ങൾ തരുന്ന സർവ്വതായുള്ള ദൈവത്തിൻ്റെ പ്രാർത്ഥനയുമാണ് ഈ പിന്നെ എനിക്ക് ഇങ്ങനെയൊരു പിന്നെ ഇതിനൊക്കെ തുടക്കം കുറിക്കാനുള്ള ഒരു മുതൽക്കൂട്ട് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളാണ് നമ്മുടെ ശക്തി. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരാശയം. അതാണ് ഞാനിപ്പോൾ ഇവിടെ പ്രാർത്ഥികമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കീഴ്ത്തള്ളിയിൽ ഒരുപാട് നാളായിട്ട് താമസിക്കുന്ന ആളായിരുന്നു. പക്ഷേ സജേഷ് ചേട്ടനെ സ്കൂളിലാണെങ്കിലും മറ്റ് പൊതുവേദിയിലാണെങ്കിലും എപ്പോഴും എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്, ഒരു ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ആളായിട്ട്. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയിൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചത് ശ്രീ ജിതേഷ് ഖാൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ.